നമസ്കാരത്തിൻ്റെ പിറകിലുള്ള സയൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമസ്കാരത്തിൻ്റെ ആദ്യം കൈകെട്ടി പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൈകെട്ടുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ എന്തിനാണ് കൈകെട്ടുന്നത്, എങ്ങനെ കൈകെട്ടിയാലാണ് നമുക്ക് കൂടുതൽ ഫലം ലഭിക്കുന്നതെന്ന് എന്ന് നമുക്കിവിടെ നോക്കാം. നമ്മൾ ജനറലി 4 തരത്തിൽ കൈകെട്ടുന്നതാണ് കാണാറ്. ഒന്ന് നേവലിൻ്റെ താഴെ, ഒന്ന് ചെസ്റ്റിൻ്റെ മേലെ, ഒന്ന് നേവലിൻ്റെയും ചെസ്റ്റിൻ്റെയും ഇടയിൽ, പിന്നെ കൈകെട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നേവലിൻ്റെ താഴെ കൈകെട്ടുമ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ മസിൽസ് റിലാക്സ് ആകുകയും ചെസ്റ്റിൻ്റെ മുകളിൽ കൈകെട്ടുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് ഓപ്പൺ ആകുകയും സ്പൈന് ബാലൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ചെസ്റ്റിൻ്റെയും നേവലിൻ്റെയും ഇടയിൽ കൈകെട്ടുമ്പോൾ നമ്മളെ ആം വെയിറ്റ് മൊത്തം ബാലൻസ്ഡായി ഡിസ്ട്രിബ്യൂട്ട് ആകുകയാണ്. കൈ കെട്ടാതെ നിൽക്കുമ്പോൾ എവിടെയും സ്ട്രെസ്സും ഇല്ല, ഫുൾ റിലാക്സ് ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 കൈകെട്ടലുകളിൽ ഏതാണ് ഏറ്റവും നന്നായി സൈക്കോളജിക്കലിയും ഫിസിക്കലിയും നമുക്ക് ഗുണപ്രദം എന്ന് നമുക്കിവിടെ നോക്കാം. അതിൻ്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ പറയാൻ പോകുന്നത് സുന്നയല്ല, സുന്ന പറയാൻ ഞാൻ ഒരാളുമല്ല. ഇവിടെ ഫിസിക്കലിയും സൈക്കോളജിക്കലും ഗുണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൽ നമ്മൾ ചെസ്റ്റിൻ്റെ മുകളിൽ കൈ കെട്ടുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് ഓപ്പൺ ആകുകയും സ്പൈനിന് ബാലൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ചെസ്റ്റിൻ്റെ മുകളിൽ കൈ വെക്കുമ്പോൾ നമ്മൾ ഇതൊരു സൂത്തിങ് ടച്ചായാണ് സൈക്കോളജിയിൽ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കാംനെസ് കൂടാനും ഫോക്കസ് കൂടാനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ നിസ്കാരത്തിലെ റുക്കുവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്.